ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 15 വെള്ളിയാഴ്ചയാണ്. US മാർക്കറ്റുകൾ തുടർച്ചയായ 6ാം ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഡൗ ജോൺസ് പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ മാർക്കറ്റും ഇന്ന് ഒരു 90 പോയിന്റ്സിന്റെ മുകളിലേക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാ വാർത്തകളിലേക്കും വരാം. നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായി ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. മാത്രമല്ല നമ്മുടെ വീഡിയോയ്ക്ക് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചൈനയുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച ഒരു വാർത്തയിലേക്കാണ് ആദ്യം. ചൈനയുടെ സമ്പദ് വ്യവസ്ഥ അടുത്ത വർഷം മന്ദഗതിയിലാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2023 വാർഷിക വളർച്ച 5.2% നിന്ന് 2024 4.5% കുറയും എന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. ഇനി ഈ മാന്ദ്യമുണ്ടാവാൻ അതിനുള്ള കാരണങ്ങൾ നമുക്ക് പരിശോധിച്ചാൽ പ്രോപ്പർട്ടി സെക്ടറിലെ ബലഹീനതയും കയറ്റുമതിയിലുള്ള പ്രശ്നങ്ങളും ഉയർന്ന കടബാധ്യതയുമാണ് ചൈനയ്ക്ക് ഇപ്പോൾ വെല്ലുവിളിയായിരിക്കുന്നത്. 2024 വളർച്ച 4.5% ആകുമ്പോൾ 2025 ഈ മാന്ദ്യം തുടരുമെന്ന് ഈ റിപ്പോർട്ട് പറയുന്നു. കഴിഞ്ഞ 2 വർഷത്തിനിടെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപം 18% കുറഞ്ഞത്. പ്രോപ്പർട്ടി മേഖലയിലെ കട പ്രതിസന്ധി പരിഹരിക്കാൻ കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഇലക്ട്രിക് വാഹനങ്ങൾ, പുനരുപയോഗ ഊർജ്ജ സാങ്കേതിക വിദ്യകൾ, ബാറ്ററികൾ, കമ്പ്യൂട്ടർ ചിപ്പുകൾ എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം ചൈന നടത്തുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട പല മേഖലകളിലും നിക്ഷേപം കുറവുമാണ് നടത്തുന്നത്. മൊത്തത്തിൽ ലോകബാങ്ക് വലിയ വെല്ലുവിളിയാണ് ചൈന നേരിടുന്നത് എന്ന് പറയുന്നു. ഈ വെല്ലുവിളി നേരിടാൻ ചൈനീസ് സർക്കാർ നിർണായക നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മറ്റൊരു വാർത്തയുള്ളത് ഇന്ത്യയുടെ WPI ഡാറ്റ പുറത്തുവന്നു. അതിലേക്ക് വരാം. ഇന്ത്യയുടെ മൊത്തവില സൂചിക WPI അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയുടെ മൊത്ത പണപ്പെരുപ്പം 8 മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. നവംബർ മാസം ഇത് 0.26% ഉയർന്നു. കഴിഞ്ഞ 7 മാസമായി WPI പണപ്പെരുപ്പം നെഗറ്റീവ് സോണിലായിരുന്നു. എന്നാൽ നവംബറിൽ അത് പോസിറ്റീവിലേക്ക് മാറി. ഒക്ടോബർ മാസം അത് -0.52% ഭക്ഷ്യവസ്തുക്കൾ, മിനറൽസ്, മെഷീനറി എക്യുപ്മെൻറ്റുകൾ, കമ്പ്യൂട്ടറുകൾ, ഒപ്റ്റിക്കൽ പ്രൊഡക്ട്സ്, മോട്ടോർ വെഹിക്കിളുകൾ തുടങ്ങിയവയുടെ വില വർധനവാണ് 2023 നവംബർ മാസത്തെ പണപ്പെരുപ്പ നിരക്ക് പോസിറ്റീവിലേക്ക് ഉയരാൻ കാരണമായത്. വാണിജ്യ വ്യവസായ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ടാണിത്. ഇൻഫ്ലേഷൻ ഉയരാൻ പ്രധാനപ്പെട്ട കാരണം ഫുഡ് ഇൻഫ്ലേഷൻ തന്നെയാണ്. നവംബർ മാസത്തിൽ 8.18% വന്നത്. ഒക്ടോബർ മാസത്തിൽ അത് വെറും 2.53% ഇന്ത്യയുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഡാറ്റ കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ്. 5.5% ഉയരുകയായിരുന്നു. ലോങ് ടേം വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ RBI ഇൻഫ്ലേഷൻ ടാർഗറ്റിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ തന്നെ നോക്കും. ഈ വാർത്ത ഒരു മിക്സഡ് ഇമ്പാക്റ്റാണ് എക്കോണമിയിൽ ഉണ്ടാക്കുക. അടുത്തത് 2024 ഇന്ത്യയുടെ ഓയിൽ കൺസംഷനുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. റിസ്റ്റാർഡ് എനർജിയും ഇന്റർനാഷണൽ എനർജി ഏജൻസിയും 2021-23 അപേക്ഷിച്ച് 2024 ഇന്ത്യയുടെ എണ്ണ ആവശ്യകത വളർച്ചാ നിരക്കിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്ന് പ്രവചിക്കുന്നു. റിസ്റ്റാർഡിൻ്റെ കണക്കനുസരിച്ച് പ്രതിദിനം 2,90,000 ബാരൽ നിന്ന് 1,50,000 ബാരലാകുമെന്നും IEAയുടെ കണക്കനുസരിച്ച് 1,00,000 ബാരലാകുമെന്നാണ് 1,00,000 ബാരലായി കുറയുമെന്നാണ് കണക്കുകൾ പറയുന്നത്. ഗ്ലോബൽ ഓയിൽ മാർക്കറ്റ് കൺസേൺസും ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തും ഒക്കെ ഈ സ്ലോ ഡൗണിന് കാരണമാകും എന്നാണ് പറയുന്നത്. ഇനി ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിനെ സംബന്ധിച്ച് ഈ ന്യൂസ് ഒരു നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. കാരണം കൺസംഷൻ കുറയുമ്പോൾ അവരുടെ റവന്യൂവും പ്രോഫിറ്റും ഒക്കെ കുറയാൻ സാധ്യതയുണ്ട്. റിലയൻസ്, ONGC, ഓയിൽ ഇന്ത്യ എന്നീ കമ്പനികൾ അവർക്ക് ഈ വാർത്ത നിർണായകമാണ്. പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഷെയർ ചെയ്ത്. ഇനി നിഫ്റ്റിയിലേക്ക് ഇന്നലെ നടന്ന US ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിൻ്റെ സ്പീച്ച് നമ്മുടെ മാർക്കറ്റിനെയും ഉത്തേജിപ്പിക്കുകയുണ്ടായി. നിഫ്റ്റി 20,210 എന്ന പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. 21,182 1.23% ഉയർന്നാണ് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. RSIയും MACDയും ഒരു പോസിറ്റീവ് ബയാസിൽ തന്നെയാണ് നിൽക്കുന്നത്. ഡൗൺ സൈഡിൽ 20,950 ഒരു ക്രൂഷ്യലായിട്ടുള്ള ലെവലാവാൻ സാധ്യതയുണ്ട്. അടുത്തത് ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പരിശോധിക്കാം. കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 21,200 അതിനുശേഷം 21,300 അതിനുശേഷം വരുന്ന ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്ന സ്ട്രൈക്ക് 21,400 പുട്ട് സൈഡിലേക്ക് വന്നാൽ 21,100 ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 21,000 സ്ട്രൈക്കിലും അതിനുശേഷം 20,800 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് പ്രകാരം സപ്പോർട്ട് റെസിസ്റ്റൻസും നോക്കാം. സപ്പോർട്ട് വരുന്നത് 21,000 മുതൽ 20,800 വരെയാണ്.
റെസിസ്റ്റൻസ് നോക്കിയാൽ 21,200 മുതൽ 21,300 വരെ ഒരു റെസിസ്റ്റൻസിനുള്ള സാധ്യതയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് കാണിച്ചു തരുന്നത്. ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ് പരിശോധിക്കുന്നത്. ആദ്യം ATM സ്ട്രൈക്കായ 21,150, അവിടെ പുട്ട് സൈഡിൽ 20,257% വർധനമാണുള്ളത്. പുട്ട് സൈഡിൽ, അതായത് ഒരു നല്ല ലോങ് ബിൽഡപ്പാണ് അവിടെ കാണുന്നത്. കോൾ സൈഡിലേക്ക് വന്നാൽ 87% വർധനമുണ്ട്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ്. 21,100 സ്ട്രൈക്കിൽ 2,556% വർധനമുണ്ട്, ഒരു ലോങ് ബിൽഡപ്പാണ് ആ സ്ട്രൈക്കിലുള്ളത്. 57% ഇടിവാണ് കോൾ സൈഡിലുള്ളത്, അതായത് ഒരു ഷോർട്ട് കവറിംഗ് ആണ് അവിടെ നടക്കുന്നത്. അടുത്തത് 21,200 സ്ട്രൈക്കിൽ 1,385% വർധനവ് പുട്ട് സൈഡിൽ കാണാം, ലോങ് ബിൽഡപ്പ് തന്നെയാണ് അവിടെയുള്ളത്. കോൾ സൈഡിലേക്ക് വന്നാൽ 380% വർധനവുണ്ട്, ഒരു ഷോർട്ട് ബിൽഡപ്പാണ് അവിടെയുള്ളത്. മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശക്തിയുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് കൂടുതൽ സ്ട്രോങ് എന്ന് ഇതിലൂടെ നമുക്ക് കാണാം. ഡേ ക്യാൻഡിൽ ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡേ ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. സ്ട്രോങ് വോളിയം കൂടിയുള്ളത് അപ്പ് മൂവ്മെൻറ്റിന് കൂടുതൽ ഗുണകരമാണ്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് 47,732 1.36% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ഹയർ ലെവലുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഇന്നലെയും കാണാമായിരുന്നു. അപ്പർ ഷാഡോയോട് കൂടിയ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക് പാറ്റേൺ ആണ് ഡേ ചാർട്ടിൽ ഫോം ആയിരിക്കുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ കോൾ സൈഡിൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് 48,000-ലാണ്. അതിനുശേഷം 49,500 സ്ട്രൈക്കിലും അതിനുശേഷം 49,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിലേക്ക് വന്നാൽ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത് 47,000 സ്ട്രൈക്കിലാണ്. അതിനുശേഷം 47,500 സ്ട്രൈക്കിലും അതിനുശേഷം 46,500 സ്ട്രൈക്കിലുമാണ്. ബാങ്ക് നിഫ്റ്റിക്ക് സാധ്യതയുള്ള ഒരു റെസിസ്റ്റൻസ് വരുന്നത് 48,500 മുതൽ 48,830 വരെയാണ്. സപ്പോർട്ടായി വരാൻ സാധ്യതയുള്ളത് 47,600 മുതൽ 47,700 വരെയാണ്. ഇന്ത്യ വിക്സ് ഇന്നലെ ഉയർന്നു, 2% ഉയർന്നത്. ക്ലോസ് ചെയ്യുന്നത് 12.32 എന്ന നിലയിലാണ്. സ്റ്റോക്ക് ന്യൂസുകൾ നോക്കാം. അതിനു മുന്നേയായി നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തവരായുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എല്ലാ ദിവസവും നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ലൈവ് രാവിലെ 11 മണി മുതൽ 3:30 വരെയാണ്. അപ്പോൾ ആർക്കെങ്കിലും ആ സമയത്ത് നിങ്ങൾ ബിസിയാണ് എന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാ വ്യൂസും എഡ്യൂക്കേഷണൽ വ്യൂസ് എല്ലാം ലഭിക്കണമെന്നുണ്ടെങ്കിൽ തൊട്ടു മുകളിൽ നമ്മൾ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. രാവിലെ 9 മണി മുതൽ തന്നെ ഞങ്ങളുടെ സർവീസസ് നിങ്ങൾക്ക് ലഭിക്കും. സ്റ്റോക്ക് ന്യൂസിൽ ആദ്യം ഹീറോ മോട്ടോകോപ്പിനെ സംബന്ധിച്ച വാർത്തയാണ്. രാജ്യത്തെ ഏറ്റവും വലിയ 2 വീലർ നിർമ്മാതാവായ ഹീറോ മോട്ടോർകോപ്പ് അസോസിയേറ്റ് കമ്പനിയായ ഏത്തർ എനർജിയുടെ അധിക ഓഹരികൾ നിലവിലുള്ള ഷെയർ ഹോൾഡറിൽ നിന്ന് 140 കോടി രൂപയ്ക്ക് വാങ്ങും എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. മാത്രമല്ല, ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി വിവേക് ആനന്ദിനെ നിയമിക്കുകയും ചെയ്തു. 2024 മാർച്ച് 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. മറ്റൊരു വാർത്ത SBIയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ SBI ക്യാൻപാക് ട്രെൻഡുകളിൽ 6.35% ഓഹരികൾ ഏറ്റെടുത്തു എന്നൊരു വാർത്ത. അടുത്തത് PVR ഇനോക്സിനെ സംബന്ധിച്ച വാർത്ത. മൾട്ടിപ്ലക്സ് ഓപ്പറേറ്ററായ PVR ഇനോക്സിൻ്റെ 2.33% ഓഹരികൾ അഥവാ 404 കോടി രൂപ ഒരു ബൾക്ക് ഡീൽ വഴി പ്ലൻറ്റി PE ഫണ്ടും മൾട്ടി PE ഫണ്ട് ഗ്രൂപ്പും ഓഫ്ലോഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് CNBC TV18 റിപ്പോർട്ട് ചെയ്തു. BHELനെ സംബന്ധിച്ച വാർത്ത. ഭാരത് ഹെവി ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ഹൈഡ്രജൻ മൂല്യ ശൃംഖലയും ഇൻഡസ്ട്രിയൽ ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് സൊല്യൂഷനുകളും അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിന് സഹകരിക്കുന്നതിന് സെൻട്രൽ മാനുഫാക്ചറിംഗ് ടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു എന്നൊരു പോസിറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് ജീനസ് പവർ ഇൻഫ്രാസ്ട്രക്ചർ. കമ്പനിക്ക് 1,026 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു എന്നൊരു വളരെ പോസിറ്റീവായിട്ടുള്ള വാർത്ത. അടുത്തത് സാറ്റിൻ ക്രെഡിറ്റ് കെയർ നെറ്റ്വർക്ക്. കമ്പനി QIP ലോഞ്ച് ചെയ്യുന്നു. ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെൻറ്റ്. ഫ്ലോർ പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത് 240.81 പെർ ഷെയർ എന്ന നിലയിലാണ്. F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്കുകൾ ബൽറാംപൂർ ചിനി മിൽസ്, ഡെൽറ്റ കോർപ്പ്, ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇന്ത്യ ബുൾസ് ഹൗസിംഗ് ഫിനാൻസ്, ഇന്ത്യ സിമെൻറ്റ്, മണപ്പുറം ഫിനാൻസ്, സീൽ എന്നീ കമ്പനികളാണ്. എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി ഷെയർ ചെയ്യുന്ന F&O സ്റ്റോക്കുകളുടെയും സ്വിംഗ് സ്റ്റോക്കുകളുടെയും ഒരു പെർഫോമൻസ് അനാലിസിസിലേക്കാണ്. ആദ്യം തന്നെ പറയട്ടെ, ഇന്നലെ നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലുമൊക്കെ വലിയ റാലിയാണ് കണ്ടത്. അതുതന്നെ നമ്മുടെ സ്റ്റോക്കുകളിലും കണ്ടു. വലിയ റാലിയാണ് നമ്മൾ നൽകിയ സ്റ്റോക്കുകളിലും ഉണ്ടായത്. ആദ്യം തന്നെ ഇൻഡസ് ടവേഴ്സ് 190 CE ആയിരുന്നു പറഞ്ഞത്. എൻട്രി എടുക്കുന്നത് 195 എന്ന നിലയിൽ 202.75 വരെയാണ് ഇന്നലെ അപ്പായത്. ടാർഗറ്റ് 199 ആയിരുന്നു. ടാർഗറ്റ് സിമ്പിളായി തന്നെ അച്ചീവ് ചെയ്യാൻ സാധിച്ചു. അടുത്തത് ടെക്കം ആയിരുന്നു.
1240 CE ആയിരുന്നു പറയുന്നത്. എൻട്രി എടുക്കുന്ന 1269 എന്ന നിലയിൽ ഇപ്പോൾ ഹോൾഡിങ്ങിലാണ്. ഇന്നലെ സ്വിംഗ് സ്റ്റോക്കുകൾ ഒത്തിരിയേറെ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. ഇൻട്രാഡേയിൽ തന്നെ 3 സ്റ്റോക്കുകളാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. ആ സ്റ്റോക്കുകൾ ആദ്യം നോക്കാം. സ്വാൻ എനർജി 474.5 എന്ന നിലയിൽ എൻട്രി എടുത്തു. 503 വരെയാണ് സ്റ്റോക്ക് അപ്പായത്. ഏകദേശം 6% ഇൻട്രാഡേയിൽ മാത്രം നമുക്ക് പ്രോഫിറ്റായി ലഭിച്ചു. 493 ആയിരുന്നു ടാർഗറ്റായി ഫിക്സ് ചെയ്തിരുന്നത്. സ്വാൻ എനർജി നമ്മൾ ഡിസംബർ 5 കൂടി പറഞ്ഞിരുന്നു. 454 എന്ന നിലയിൽ എൻട്രി എടുത്ത സ്റ്റോക്കിൽ ഇന്നലെ 2 ടാർഗറ്റുകളും അച്ചീവ് ചെയ്യുകയുണ്ടായി. ഏകദേശം 9.5% പ്രോഫിറ്റായി നമുക്ക് സ്വാൻ എനർജിയിൽ ലഭിച്ചത്. അടുത്തത് SJVN 94.5 എന്ന നിലയിലാണ് എൻട്രി എടുത്ത്. 97 ആയിരുന്നു ടാർഗറ്റ് ഫിക്സ് ചെയ്ത്. 98 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 3.5% മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു ടാർഗറ്റ് ഹിറ്റ് ചെയ്ത സ്റ്റോക്ക് RVNL ആയിരുന്നു. 181.7 എന്ന നിലയിൽ എൻട്രി എടുത്തു. സ്റ്റോക്ക് 187 വരെ അപ്പായി. ടാർഗറ്റ് 186 ആയിരുന്നു. 3% സ്റ്റോക്ക് ഉയർന്നത്. ഈ പറഞ്ഞ 3 സ്റ്റോക്കുകളുമാണ് ഇൻട്രാഡേയിൽ നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്തത്. അടുത്തത് ബജാജ് ഫിനാൻസ് ഡിസംബർ 11 പറഞ്ഞത്. 7333 എന്ന നിലയിൽ എൻട്രി എടുത്തു. അത് ടാർഗറ്റ് ഫിക്സ് ചെയ്തിരുന്ന 7500 ആയിരുന്നു. ഇന്നലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയുണ്ടായി. അടുത്തത് എഞ്ചിനീയേഴ്സ് ഇന്ത്യ ഡിസംബർ 1 നമ്മൾ പറഞ്ഞു. എൻട്രി എടുക്കുന്നത് 155 എന്ന നിലയിൽ 169 വരെ സ്റ്റോക്ക് അപ്പായി. ഏകദേശം 9% മുകളിൽ പ്രോഫിറ്റായി ലഭിച്ചു. മറ്റൊരു സ്റ്റോക്ക് ജിൻഡാൽ സ്റ്റീലായിരുന്നു. ഡിസംബർ 12 സ്റ്റോക്ക് പറയുന്നത്. 747 എന്ന നിലയിൽ എൻട്രി എടുത്തു. 767 വരെ സ്റ്റോക്ക് അപ്പായി. ടാർഗറ്റ് ഹിറ്റ് ചെയ്യുകയും ചെയ്തു. മറ്റൊരു ബമ്പർ സ്റ്റോക്ക് കൂടി നമ്മൾ പറയാം. ഹഡ്കോ 82.35 എന്ന നിലയിലാണ് സ്റ്റോക്കിൽ നമ്മൾ എൻട്രി എടുക്കുന്നത്. വെറും 24 ദിവസം കൊണ്ട് സ്റ്റോക്ക് 40%-ലേറെ റിട്ടേൺ തന്നു. 118.75 എന്ന നില വരെ സ്റ്റോക്ക് ഇന്നലെ എത്തി. വലിയ പ്രോഫിറ്റാണ് ഈ പറഞ്ഞ സ്റ്റോക്കുകളിലൊക്കെ നമുക്ക് കിട്ടിയത്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മൾ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഗ്ലോബൽ മാർക്കറ്റിൽ ആദ്യം FIDA ആക്ടിവിറ്റിയാണ്. FIS 3570 കോടി രൂപയ്ക്കാണ് ബൈ ചെയ്ത്. DIS ആവട്ടെ 553 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. FIS ബൈയിങ്ങിൽ തന്നെ നിൽക്കുമ്പോഴും DIS പല ദിവസങ്ങളിലും വലിയ രീതിയിലുള്ള സെല്ലിങ്ങിലേക്ക് പോകുന്നുണ്ട് എന്ന് നമ്മൾ പ്രത്യേകം നോക്കേണ്ടതാണ്. US മാർക്കറ്റുകൾ ഡൗ ജോൺസ് ഇന്നലെ വീണ്ടും പുതിയ ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തു. S&P 500 ഉടൻ തന്നെ എക്കാലത്തെയും ഉയർന്ന ഓൾ ടൈം ഹൈ അച്ചീവ് ചെയ്യും. 1.6% മാത്രം അകലെയാണ് ജനുവരി 2022 S&P 500 ക്രിയേറ്റ് ചെയ്ത ഓൾ ടൈം ഹൈ. പക്ഷേ നാസ്ഡാക്കിനെ സംബന്ധിച്ച് 8% അകലെയാണ് ഓൾ ടൈം ഹൈ. നവംബർ മാസത്തെ സ്ട്രോങ്ങർ റീറ്റെയിൽ സെയിൽസ് ഡാറ്റയും ഇൻഫ്ലേഷൻ റീഡിംഗ് കൂൾ ഓഫ് ആയതും ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിൻ്റെ നൽകിയ പോസിറ്റിവിറ്റിയും ഒക്കെ മാർക്കറ്റുകൾക്ക് വലിയ റാലിയാണ് സമ്മാനിച്ചത്. മാത്രമല്ല ഒക്ടോബറിൽ 5% ഉണ്ടായിരുന്ന 10 ഇയർ ട്രഷറി ബോണ്ട് ഈൽഡുകൾ ഈ ആഴ്ച 4% താഴേക്ക് വന്നത് മാർക്കറ്റ് വലിയ രീതിയിൽ റാലിയിലേക്ക് പോകാൻ ഒരു കാരണമായി. US മാർക്കറ്റിൻ്റെ വീക്ക്ലി ഗെയിൻസ് നോക്കിയാൽ ഡൗ ജോൺസ് ഈ ആഴ്ച 2.8% ഉയർന്നു. S&P 500 2.5%, നാസ്ഡാക്ക് 2.5% ഉയർന്നു. ഇന്നലെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾ ഡൗ ജോൺസ് 0.43% ഉയർന്ന് ക്ലോസ് ചെയ്തു. നാസ്ഡാക്ക് 0.19%, S&P 500 0.26% ഉയർന്നും ക്ലോസ് ചെയ്തു. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കാം. ടെക് സ്റ്റോക്കുകളിൽ ഇന്നലെ വലിയ റാലിയാണ് കണ്ടത്. ഇൻഫോസിസ് 5.15% ഉയർന്നാണ് ക്ലോസ് ചെയ്ത്. വിപ്രോ 3.08% ഉയർന്നു. ബാങ്കിങ് സൈഡിലേക്ക് വന്നാൽ HDFC ബാങ്ക് 1.41% ഉയർന്നു. ICICI ബാങ്ക് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലായിരുന്നു. ആക്സിസ് ബാങ്ക് 0.15% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി 0.91% ഇടിഞ്ഞും ക്ലോസ് ചെയ്തു. ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്ന US മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡൗ ജോൺസ് 0.02% ഉയർന്നാണുള്ളത്. നാസ്ഡാക്ക് 0.05% ഉയർന്നും S&P 500 0.02% ഇടിഞ്ഞുമാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകൾ ഇന്നലെ യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെയും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും മോണിറ്ററി പോളിസി ഡിസിഷൻ പുറത്തു വന്നു. റേറ്റിൽ മാറ്റം വരുത്തിയിട്ടില്ല. മാത്രമല്ല ബുധനാഴ്ച US മാർക്കറ്റിൻ്റെ റാലി കൂടി ആയതോടെ യൂറോപ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്ത്. UK മാർക്കറ്റ് FTSE 1.33% നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഫ്രാൻസ് മാർക്കറ്റ് CAC 0.59% ഉയർന്നും ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.08% ഇടിഞ്ഞുമാണ് ക്ലോസ് ചെയ്യുന്നത്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റിൻ്റെ ഫ്യൂച്ചേഴ്സ് ഡാക്സ് 0.22% ഉയർന്നാണുള്ളത്. CAC 0.22% ഉയർന്നും
FTSE 0.10% ഉയർന്നുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റുകൾ. US ഇന്നലെയും റാലി തുടർന്നത് ഏഷ്യൻ മാർക്കറ്റുകൾക്ക് ഗുണകരമായി. ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകൾ പോസിറ്റീവിലാണ്. ഇനി ഇൻവെസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്യുന്നത് ചൈനയിൽ നിന്നുമുള്ള എക്കണോമിക് ഡാറ്റയും നവംബർ മാസത്തെ ഹൗസ് പ്രൈസസും ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട്, റീറ്റെയിൽ സെയിൽസ് ഡാറ്റയുമാണ്. ഓപ്പൺ ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വരാം. ഇപ്പോൾ ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി 21,421 എന്ന നിലയിലാണ്. ഇപ്പോഴത്തെ ഒരു നില വെച്ച് ഏകദേശം ഒരു 90 മുതൽ 100 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് നമുക്കിന്ന് നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.12% ഉയർന്നാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. കൊറിയൻ മാർക്കറ്റ് കോസ്പി 1.13% ഉയർന്നാണ് ട്രേഡ് ചെയ്യുന്നത്. തായ്വാൻ മാർക്കറ്റ് 0.36% ഉയർന്നും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകൾ. ഡോളർ ഇൻഡെക്സ് വീക്കായതും 2024 ഓയിൽ ഡിമാൻഡുകൾ വർദ്ധിക്കും എന്ന വാർത്തകളും ഇന്നലെ ഓയിൽ പ്രൈസുകളിൽ 3% വർധനമുണ്ടാക്കി. ബ്രന്റ് ഉള്ളത് ഇപ്പോൾ $76.63 പെർ ബാരൽ എന്ന നിലയിലാണ്. 0.04% ഇടിവിലാണുള്ളത്. WTI ഉള്ളത് 71.57 എന്ന നിലയിൽ 0.01% ഇടിഞ്ഞാണ് ഇപ്പോൾ WTI ട്രേഡ് ചെയ്യുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളാണ് ഇവിടെ ഷെയർ ചെയ്ത്. ബാക്കിയുള്ള എല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും ഇതൊന്നും റെക്കമെൻഡേഷനായിട്ട് ആരും തന്നെ എടുക്കരുത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ടുമുകളിൽ നമ്മൾ വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്.